മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ദുർഗയോട് പറയണം, അച്ഛൻ മരിക്കുന്നത് വരെ അമ്മ ഞങ്ങൾ മൂന്ന് മക്കൾക്കും നല്ലൊരു അമ്മയായിരുന്നു. അതിനുശേഷമോ കണ്ണേട്ടന്റെ സ്വത്തുക്കളെ സ്നേഹിച്ചു, ഞങ്ങൾ രണ്ടു മക്കളെയും നന്നായി സ്നേഹിച്ചു. പക്ഷെ കണ്ണേട്ടനെ സ്നേഹിച്ചില്ല. ഞങ്ങളെ നേർവഴിക്ക് നടത്താനായിട്ട് അമ്മ ശ്രമിച്ചില്ല. അതുകൊണ്ട് കുറച്ചു കാലം കണ്ണേട്ടന്റെ നന്മ തിരിച്ചറിയാതെ പോയി. ഇപ്പോ നന്നായിട്ട് ജീവിക്കുന്നു. ദേ നോക്ക്, അമ്മ ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല. എന്നെയും സാഗരേട്ടനെയും ഇപ്പോഴും പിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല അമ്മ കള്ളം പറയണ്ട. സാഗരേട്ടന് ഒരിക്കലും അമ്മയ്ക്ക് മരുമകനായിട്ട് ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. ഇപ്പോഴും മുകളിലോട്ട് നോക്കി കിടക്കുന്നവനാണ് എന്നെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കേണ്ടതെന്നാണ് അമ്മ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, അല്ല മോളെ, ഒരിക്കലും അല്ല. അവൻ എന്റെ ശത്രുവാണ്. ഈ പറയുന്ന സാഗറിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും വഴിപാടും ഒക്കെ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊപ്പം തന്നെ. അമ്മിനി എനിക്ക് വേണ്ടി ഒന്നും കഴിക്കാൻ നിൽക്കേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെയും എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും സമാധാനത്തോടെ ജീവിക്കാൻ മാത്രം വിട്ടാൽ മതിയെന്ന് സാഗർ പറയുമ്പോൾ, മോനെ, അതിന് ഞാൻ നിങ്ങളെ ദ്രോഹിക്കാനൊന്നും വരില്ലല്ലോ, വരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അമ്മ മാറിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ കൊലയാളിയുടെ മകൾ കരുണയെ തിരിച്ചു വീട്ടിലേക്ക് കയറ്റിയത്. നല്ലൊരു അമ്മയാണെങ്കിൽ, അച്ഛനോട് സ്നേഹമുള്ള അമ്മയാണെങ്കിൽ ഉറപ്പായിട്ടും അമ്മ അവൾ തിരിച്ചു വന്ന സമയത്ത് ചൂലെടുത്ത് മുഖത്തടിച്ച് ആട്ടി വിടുമായിരുന്നു. പക്ഷെ അമ്മ അത് ചെയ്തില്ല. അതിനർത്ഥം അമ്മയ്ക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല, നല്ല ആളുകളെ തിരിച്ചറിയാനും കഴിയില്ല. അതുകൊണ്ട് എന്റെ അമ്മ ഈ ക്ഷേത്രനടയിൽ വെച്ച് എന്റെ മുന്നിൽ നല്ലവളായിട്ട് അഭിനയിക്കണ്ട. ഞാൻ എന്തായാലും നിങ്ങളുടെ സിമ്പതിയിൽ വീഴാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ സാഗറിനെയും വിളിച്ച് കുറച്ചങ്ങോട്ട് നടന്ന് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. ദുർഗയാണെങ്കിൽ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയോട് ഒരു കാര്യം കൂടിയും എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. നൂലുകെട്ട് കഴിഞ്ഞാൽ കുഞ്ഞു മേടത്തിയും തിരിച്ചു വീട്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയെങ്കിലും അമ്മ അവർക്ക് നന്മ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും കൂടി ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കി, അതിനൊരു ആപത്തും വന്നിട്ടില്ല. ഇനിയെങ്കിലും അതിനെ സ്നേഹിക്കാനായിട്ട് നോക്കണമെന്നൊക്കെ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. അങ്ങനെ മഞ്ജു പോകുന്നത് നോക്കി ദുർഗയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തുകയാണ്. ഈ സമയം കരുണ അവന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ ഇത് എങ്ങോട്ടാ പോയത്? ഞാനൊരു സ്ഥലം വരെ പോയതാ. അമ്മ എവിടെ? ഇവിടെ ഇല്ലേ? ഇല്ല, അമ്മ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ മാർക്കറ്റിൽ ചെന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മഹാലക്ഷ്മിയെയും മഞ്ജുവിനെയും കണ്ടിട്ട് വരുമല്ലോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ, അത് നന്നായി. അമ്മ വരുന്നത് കുറച്ച് വൈകിട്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് കുറച്ച് സൗകര്യമാകുമെന്നൊക്കെ പറയുമ്പോൾ, എന്താ ഉണ്ണിയേട്ടാ, എന്താ ഉദ്ദേശിക്കുന്നത്? ആ അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ വേഗം തന്നെ ഫോൺ വിളിക്കുകയാണ്. ആരെയാ ഫോൺ വിളിക്കുന്നത്? ഞാൻ ആരെ വിളിച്ചാലും നിനക്കെന്താ? അങ്ങനെ ഉണ്ണിയും ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടാ, എന്താ കാര്യം? എന്നോട് പറയും. നൂലുകെട്ട് കഴിഞ്ഞ നിന്റെ ചേച്ചിയും പിന്നെ അവരുടെ കുഞ്ഞും തിരിച്ച് ഈ കമലേശ്വരം വീട്ടിലേക്ക് വന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിൽ നിനക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ ഉണ്ണിയേട്ടാ, പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ മനസ്സെന്താണെന്ന് ഉണ്ണിയേട്ടൻ അറിയില്ലേ? അറിയാം. അതുകൊണ്ട് പലതും ചെയ്യാൻ പോവാ ഞാന്. എനിക്കും ഒരിക്കലും അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനായിട്ട് കഴിയില്ല. ആ കണ്ണൻ ഇനിയുള്ള കാലം കരയണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താ ഉണ്ണിയേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാകും. ഉണ്ണിയേട്ടാ, ഒന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ വിനയായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. എല്ലാം അപകടത്തിലേക്ക് ചെന്നെത്തുമെന്നൊക്കെ പറയുമ്പോൾ, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ എപ്പോഴെങ്കിലും ഒന്ന് സക്സസ് ആകുക. അതുകൊണ്ട് തന്നെ ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അമ്മ വരുന്നതിന് മുമ്പായിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കണം. ഇപ്പോ 2-3 ആളുകൾ ഇങ്ങോട്ട് കയറി വരും. അവർക്ക് കുടിക്കാൻ ജ്യൂസ് ഉണ്ടാക്കി വെക്ക്. ഇവിടുത്തെ CCTV ക്യാമറാസ് ഒക്കെ തന്നെ ഞാൻ പണി മുടക്കാനായിട്ട് പോവുകയാണ്. പലതും തീരുമാനിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്തീ പറയുന്നത്? എന്റെ അച്ഛനെന്ന് പറയുന്നവനെ കണ്ണേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. കണ്ണേട്ടനെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ പാവ അമ്മയെ അയാൾ കല്യാണം കഴിച്ചത്. കാലണയുടെ സ്വത്ത് എന്റെ അമ്മയുടെ പേരിലും അയാൾ എഴുതി വെച്ചിട്ടില്ല. ഇതൊന്നും അറിയാതെ അച്ഛന്റെ കൊലപാതകം അറിഞ്ഞതിന് ശേഷം അമ്മയുടെ മനസ്സ് മാറി. പക്ഷെ എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ഞാൻ തീർക്കേണ്ടവരെല്ലാം തീർത്തിരിക്കും. എല്ലാവരും കണ്ണീര് കുടിക്കണം. എന്നെ ദുഃഖിപ്പിച്ചിട്ട് ആരും സന്തോഷിക്കണ്ട. എല്ലാം ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്. അങ്ങനെ അനന്തു പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ല് കേട്ട് തുറന്നു നോക്കുമ്പോൾ ദുർഗ, നിങ്ങളാണോ മോനെ? ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. കണ്ണനും മഹിക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് പുഷ്പാഞ്ജലിയും മറ്റും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രസാദം തൊടിയിക്കാനായിട്ട് വന്നതാണ്. ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് ലേഖ വരികയാണ്. അനന്തുവേട്ടാ, ഇവരിപ്പോ എത്തിയിരിക്കുന്നതേ സ്വന്തം മകളുടെ വായിൽ നിന്നും കേട്ടതിന് ശേഷമാണ്. മഞ്ജുപ്പെന്നെ വിളിച്ചു ഫോൺ വെച്ചതേയുള്ളൂ. നിങ്ങൾക്ക് അവിടെ വെച്ച് വയർ നിറച്ചും കേട്ടില്ലേ? ബാക്കിയുള്ളത് ഇവിടെ വന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ദേ നോക്ക്, നിങ്ങൾ പുഷ്പാഞ്ജലി കഴിച്ചിരിക്കുന്നതേ ആ കരുണയ്ക്കും നിങ്ങളുടെ മോൻ ഉണ്ണിക്കും വേണ്ടിയിട്ടായിരിക്കും. നുണ പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും എന്താ നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെ എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കാൻ പ്രാപ്തിയായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം അതൊക്കെ ഞാൻ കേൾക്കണല്ലോ. അങ്ങനെയായിരുന്നല്ലോ എന്റെയും പ്രവൃത്തികൾ. പക്ഷേ എനിക്ക് മഹാലക്ഷ്മി എന്ന് കാണണം.
അവളുടെ നെറ്റിയിൽ ഈ പ്രസാദം ഒന്ന് തൊടിയിക്കണം, പിന്നെ കുഞ്ഞിനെ ഒന്ന് കാണണം, അത്ര മാത്രം. നിങ്ങൾക്ക് നാണുണ്ട്? ദേ നോക്ക്, നിങ്ങൾ ഈ കൊണ്ടുവന്ന പ്രസാദത്തിൽ പോലും കലർപ്പില്ല എന്ന് പറയാൻ പറ്റില്ല. വല്ല ആസിഡും ചേർത്തിട്ടുണ്ടെങ്കിൽ മോളെ അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊക്കെ പറയും, കാരണം കഴിഞ്ഞ കാലം ഓർത്ത അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ അനന്ത് പറയുകയാണ്. മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇപ്പോഴും സംശയമാണെന്നറിയാം. കണ്ണം പറഞ്ഞിരുന്നു നിങ്ങൾ കുറച്ചൊക്കെ മാറിയെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ പൂർണ്ണമായിട്ടും വിശ്വാസം വന്നിട്ടില്ല. എപ്പോ വേണമെങ്കിലും മാറാവുന്ന സ്വഭാവക്കാരാണല്ലോ നിങ്ങളൊക്കെ. മോനെ, അങ്ങനെയല്ല. കണ്ണന്റെ പഴയ ആ അമ്മ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കണ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആ അമ്മ. അതൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും കണ്ണന്റെ അച്ഛനും കണ്ണന് ജീവനായിരുന്നു. അപ്പോ കണ്ണന്റെ അച്ഛനെ പിണക്കണ്ട എന്ന് കരുതിയിട്ട് നിങ്ങൾ കണ്ണനെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിച്ചതാണെങ്കിലോ മോനെ അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ആങ്ങള വാമദേവന്റെ വാക്ക് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറിയത്. പക്ഷെ ഇപ്പൊ അതിന്റെ തെറ്റെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഭർത്താവിന്റെ കൊലയാളി അവനാണെന്ന് അറിഞ്ഞതിന് ശേഷം ചെയ്തു പോയതിനെല്ലാം ഞാനിപ്പോ വല്ലാതെ ഖേദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ, ശരി ശരി, ഇവിടെ നിന്ന് വെറുതെ കരയാനും നിൽക്കണ്ട ലേഖയെ, ചെന്ന് മഹിയെ ഒന്ന് കാണിച്ചു കൊടുക്കും. വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ ദുർഗയെ പുറകെ വിളിച്ചിട്ട് പോവുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ കുഞ്ഞിനെയും നോക്കി അങ്ങനെ ആസ്വദിച്ച് കിടക്കുമ്പോഴാണ് ദുർഗയെ കാണുന്നത്. അമ്മയോ, വായോ മോളെ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയതാണ്. മോളുടെയും കണ്ണന്റെയും മഞ്ജുവിന്റെയും പേരിൽ പുഷ്പാഞ്ജലി കഴിച്ചു. അതിന്റെ പ്രസാദം തൊടിയിക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ലേഖയാണെങ്കിൽ വേണ്ട, അത് വേണ്ട, കുഞ്ഞിനെ തൊടണ്ട. ഇപ്പോ മഹാലക്ഷ്മിയും കുഞ്ഞും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ അടുത്ത് ഇത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിനെ നിങ്ങളെ തൊടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേട്ട് ദുർഗയാണെങ്കിൽ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ്, വേണ്ടെന്നല്ലേ പറഞ്ഞ്, നൂലുകെട്ട് കഴിഞ്ഞാലേ മഹിയും കുഞ്ഞും അങ്ങോട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വിടുന്നതിൽ താല്പര്യമൊന്നുമില്ല. അവിടെ വന്ന് എത്രത്തോളം അവർ സേഫ് ആയിരിക്കുന്നത് അറിയില്ലല്ലോ. മോളെ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, മോളിന് തിരിച്ചു വരികയാണെങ്കിൽ ഒരിക്കലും പഴയ അമ്മായിയമ്മ ആയിരിക്കില്ല ഞാൻ. നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുന്ന അമ്മായിയമ്മയായിരിക്കും. നിങ്ങളെ കഴിച്ചിട്ടേ ഞാൻ മറ്റാരെയും ഇനി സ്നേഹിക്കുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി മോളെ. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ലത് ഇവരെ സ്നേഹിച്ച് ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലം കഴിയുന്നത് വരെ ഇവര് നിങ്ങളെ പൊന്നുപോലെ നോക്കും. അല്ലെങ്കിലേ നിങ്ങളുടെ ഗതിയും അതോ ഗതി തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ, മോളെ ഞാൻ ഈ പ്രസാദെങ്കിലും തൊടിച്ചോട്ടെ. അങ്ങനെ ലേഖയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മഹിയാണെങ്കിൽ ഒന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ്, വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട്. തൊടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയാണെങ്കിൽ അനുവാദം കൊടുക്കുകയാണ്. പ്രസാദം തൊടിയിക്കുന്നുണ്ട്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അറിയാം പ്രസാദം തൊടിച്ചവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന്. വല്ല ആസിഡും ചേർത്തതായിരിക്കും മഹി എന്ന് പറയുമ്പോൾ, മോളെ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്കതിൽ പരിഭവവും വിഷമവും ഒന്നുമില്ല. എല്ലാം ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥതയാണല്ലോ. എന്തായാലും കുഞ്ഞിനെ കണ്ടു, എനിക്ക് സന്തോഷമായി. അമ്മ ഇരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ ഇരിക്കാൻ പറയുമ്പോൾ ദുർഗ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ തന്നെ നോക്കി അങ്ങനെ നിൽക്കും. വീണ്ടും അവര് വാക്ക് കൊടുക്കണം മഹിക്കും. തിരിച്ചു വരികയാണെങ്കിൽ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് കണ്ണന്റെ ആ പഴയ അമ്മയായിരിക്കും, മോൾക്ക് ഇനി അമ്മായിയമ്മയായിരിക്കില്ല അമ്മയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മഹിയെ സന്തോഷിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ണി പരമൻ എന്ന ഗുണ്ടയെ കണ്ടിരുന്നല്ലോ. അയാളാണെങ്കിൽ ഒരു AC മെക്കാനിക്കുമായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയെ കാണുമ്പോൾ എല്ലാം ഓക്കെ അല്ലേ, ഒരു തെളിവും അവശേഷിക്കില്ലല്ലോ? ഇല്ലെന്നേ. നിങ്ങളുടെ അമ്മാവൻ ഇതിനു മുന്നേ ഏട്ടനെ കൊല്ലാനായിട്ട് ഒരുപാട് തവണ കൊട്ടേഷൻ നിന്നതാണ്. അപ്പോഴൊക്കെ ആ മാർക്കോയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ ഏട്ടൻ സത്യങ്ങൾ അറിഞ്ഞാലും ആ മാർക്കോ സത്യങ്ങൾ അറിയരുതേ, കാരണം ഇതൊക്കെ ചെയ്തത് ഞങ്ങളാണെന്ന് അറിഞ്ഞാൽ എപ്പോഴൊക്കെ പോലും കാണില്ല എന്ന് പറയുമ്പോൾ, അതെന്തായാലും ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കാതെ എന്നോടൊപ്പം വാ. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ നേരെ പോകുന്നത് കണ്ണന്റെ റൂമിലേക്കാണ്. ഇതാണ് AC. 1.5 ടണ്ണിന്റെ AC ആണല്ലേ? അതെ, ഇതിലാണ് പണി ചെയ്യാനുള്ളത്. എത്ര മണിക്കൂർ ആവും? അമ്മ വരുമ്പോഴേക്കും കഴിയുമോ? ഒരു അരമണിക്കൂർ. എനിക്കത് കേട്ടാൽ മതി. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്നും പോയതിനു ശേഷം ആ പരമൻ ചോദിക്കുന്നുണ്ട്, പരമനോട് മെക്കാനിക്ക് ചോദിക്കുന്നുണ്ട്, സ്വന്തം ഏട്ടനെയാണല്ലേ കൊല്ലാൻ പോകുന്നത്? സ്വന്തം ഏട്ടനൊന്നല്ല, അച്ഛനൊന്നാണെങ്കിലും അമ്മ രണ്ടാണ്. പിന്നെ സ്വന്തമാണെങ്കിലും നമുക്കെന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ പണി ചെയ്ത് കാശ് വാങ്ങിയാൽ മാത്രം പോരെ? എങ്കിൽ വാ, നമുക്ക് ചെയ്യാം. ഈ സമയം കരുണയാണെങ്കിൽ ഇതൊക്കെ തന്നെ മുകളിൽ നിന്ന് നോക്കി കാണുന്നുണ്ടെങ്കിലും അവൾക്കാണെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഉണ്ണി താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, ജ്യൂസൊക്കെ റെഡിയല്ലേ? ജ്യൂസ് എല്ലാം റെഡിയാണ്. ഉണ്ണിയേട്ടാ, അവരെന്താ കണ്ണേട്ടൻ്റെ റൂമിലേക്ക് പോയത്? അവിടെ AC റെഡിയാക്കാനായിട്ട് വന്നതാ. അതെന്താ, കണ്ണേട്ടൻ്റെ റൂമിലെ AC കേടാണോ? ചെറുതായിട്ടൊന്ന് കേടാണ്, ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് കരുതി. എന്തായാലും ഉണ്ണിയുടെ ആ ഒരു പരിപാടികളെല്ലാം കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ ദേഹം മൊത്തം വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം വീണ്ടും അപകടത്തിലേക്കാണോ ചെന്ന് ചാടാൻ പോകുന്നതെന്ന് അവൾക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്.